നമസ്കാരം. അങ്ങനെ നിങ്ങളുടെ 4th സെമിസ്റ്റർ തുടങ്ങി അല്ലേ? ഇപ്പൊ 4th സെമിസ്റ്ററിൽ നിങ്ങൾക്ക് 4 സബ്ജക്ട്സ് ആണുള്ളത്. അറിയാലോ എല്ലാവർക്കും. ടോസ്, തിയറി ഓഫ് സ്ട്രക്ചർ, ക്വാണ്ടിറ്റി സർവേ, ഹൈഡ്രോളിക്സ്, പിന്നെ അതുപോലെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഈ 4 തിയറി പേപ്പർ ആണ് നിങ്ങൾക്ക് 4th സെമിസ്റ്ററിലുള്ളത്. അപ്പൊ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് സിലബസ് നോക്കാം. എന്തൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് കോഡ് 4012. പിന്നെ അതുപോലെ ആഴ്ചയിൽ 5 ദിവസവും ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും. കാരണം ഇത് 4 ക്രെഡിറ്റ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 4 മോഡ്യൂൾ ഉണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി. അപ്പോൾ ബേസിക് ആയിട്ട് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ, എങ്ങനെയൊക്കെ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം. എന്താണ് ഇറിഗേഷൻ? ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുക, അതാണ് ഇറിഗേഷൻ. പ്ലാന്റ്സിന് വാട്ടർ സപ്ലൈ ചെയ്യുക, എക്സ്റ്റേണലി സപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് മഴവെള്ളം സഫിഷ്യന്റ് അല്ലെങ്കിൽ നമുക്ക് പുറമേന്ന് വെള്ളം കൊടുക്കേണ്ടി വരും ആ ഒരു ചെടി വളരാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറിഗേഷൻ എന്ന് പറയാം അല്ലേ? അപ്പൊ അതെങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് വെള്ളം കൊടുക്കാം എന്നുള്ള അതാണ് ബേസിക് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. പിന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ഡെഫിനിഷൻ, ഇറിഗേഷന്റെ ഡെഫിനിഷൻ, അതെന്തിനാണ് നെസസിറ്റി, പിന്നെ അതുപോലെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഇറിഗേഷൻ കൊടുക്കുന്നതിലൂടെ. പിന്നെ പല ടൈപ്പ് ഓഫ് ഇറിഗേഷൻസ് ആണ് പറയുന്നത്. പെരിനിയൽ ആൻഡ് ഇനണ്ടേഷൻ ഇറിഗേഷൻ, ഫ്ലോ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ, ഡയറക്റ്റ് ആൻഡ് സ്റ്റോറേജ് ഇറിഗേഷൻ. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. എന്തൊക്കെയാണ് ഓരോ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ എന്തൊക്കെയാന്ന് നോക്കാം. പിന്നെ പറയുന്നത് വാട്ടർ റിക്വയർമെന്റ് ഓഫ് ക്രോപ്പ്. അതായത് ഒരു ക്രോപ്പിന്, ഒരു ചെടിക്ക് വേണ്ട വെള്ളം, ആവശ്യമായ വെള്ളം എത്രയാണ്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ വെള്ളം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ചെടിക്ക് എത്ര വെള്ളം വേണം എന്നുള്ളത് അല്ലേ? അപ്പൊ അതൊക്കെ നോക്കാം. പിന്നെ അതുപോലെ പല ക്രോപ്സ് ഉണ്ട്. കാരിഫ് ആൻഡ് റാബി ക്രോപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഡ്രൈ ആൻഡ് വെറ്റ് ക്രോപ്സ്. അങ്ങനെ ക്രോപ്സിനെ തന്നെ നമുക്ക് പലതായി തരംതിരിക്കാം. പിന്നെ ക്രോപ്പ് പീരീഡ്. എന്താണ് ക്രോപ്പ് പീരീഡ്? പിന്നെ ഡ്യൂട്ടി, ഡെൽറ്റ, ഇങ്ങനത്തെ കുറച്ച് ടേംസ് പരിചയപ്പെടാനുണ്ട്. പിന്നെ ബേസ് പീരീഡ്, പിന്നെ ഇവരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ പിന്നെ പറയുന്നത് റൺ ഓഫിനെ കുറിച്ച്. അതായത് മഴവെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒഴുകിപ്പോവും അല്ലേ? മഴവെള്ളം എർത്ത് സർഫസിന്റെ മുകളിലൂടെ ഒഴുകിപ്പോവും. അപ്പോൾ ആ റൺ ഓഫിനെ കുറിച്ച്, ആ ഒഴുകി പോകുന്നതാണ് ഫ്ലഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്ലഡ് ഡിസ്ചാർജിനെ കുറിച്ച്, പിന്നെ അതുപോലെ മഴയെ കുറിച്ച്, റെയിൻഫോൾ, എങ്ങനെ നമുക്ക് മഴ മെഷർ ചെയ്യാം, പിന്നെ നമുക്ക് എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മഴ മെഷർ ചെയ്യാം, അതാണ് റെയിൻ ഗേജ് എന്ന് പറയുന്നത്. റെയിൻ ഗേജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ വെള്ളം മെഷർ ചെയ്യുന്നത്, മഴവെള്ളം മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ റെയിൻ ഗേജിനെ കുറിച്ച്, ആ റെയിൻ ഗേജിന്റെ എവിടെയൊക്കെ നമുക്ക് വെക്കാം റെയിൻ ഗേജ് മഴ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ അതിനെടുക്കേണ്ട പ്രിക്കോഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ആവറേജ് ആനുവൽ റെയിൻഫോൾ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മുടെ സ്ഥലത്ത് പല പല സ്ഥലങ്ങളിൽ എത്രയാണ് ആവറേജ് ആനുവൽ റെയിൻഫോൾ, ഒരു കൊല്ലത്തില് ആവറേജ് റെയിൻഫോൾ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യാം. അതെങ്ങനെ മെഷർ ചെയ്യാം? കുറെ ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നോക്കാം. പിന്നെ അതുപോലെ ഒരു കാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ. അപ്പൊ ആ ഏരിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? പിന്നെ അതുപോലെ ഈ പറഞ്ഞ റൺ ഓഫ്, അതായത് മഴവെള്ളം ഒഴുകി പോകുന്ന സാഹചര്യമാണ് റൺ ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ റൺ ഓഫിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതുപോലെ അതിനെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, നേച്ചർ ഓഫ് കാച്ച്മെന്റ്, റൺ ഓഫ് കോഎഫിഷ്യന്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് നമുക്ക് എത്ര വെള്ളം റൺ ഓഫ് ആയി പോകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാം. അതിനും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. പിന്നെ റിവർ ഗേജിങ് നോക്കാം. റിവർ ഗേജിങ് അതായത് ആ ഒരു റിവറിലേക്ക് എത്രത്തോളം വെള്ളം ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ ഉള്ള മെത്തേഡ്സ്. അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത്. പിന്നെ സെക്കൻഡ് മോഡ്യൂളിൽ പറയുകയാണെങ്കിൽ ഡൈവേർഷൻ ഹെഡ് വർക്കിനെ കുറിച്ച്. ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കനാലിലേക്കൊക്കെ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുക, നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന, നമുക്കൊരു പാടം, നമ്മുടെ ഫീൽഡ് കൺസിഡർ ചെയ്യാം. ഒരു ഫീൽഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഫീൽഡിലേക്ക് വെള്ളം എത്തിക്കുന്ന മീൻസ് ആണ് എന്ത്? കനാൽ എന്ന് പറയുന്നത്. കനാല് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കനാൽസ് അല്ലെ? ആ കനാലിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോ നമുക്ക് ആ ഒരു റിവറിൽ നിന്ന് കനാലിലേക്ക് വെള്ളം എടുക്കുന്നതിന് മുന്നേ കുറച്ച് ഹെഡ് വർക്കുകൾ ഉണ്ടാക്കും. നമ്മൾ റിവറിൽ നിന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കനാലിലേക്ക്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന കാര്യമാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ പിന്നെ പല ടൈപ്പ് ഓഫ് ഹെഡ് വർക്ക്സ്, അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെയാണ് സെക്കൻഡ് മോഡ്യൂളിൽ. പിന്നെ അതേപോലെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കോമ്പണന്റ് പാർട്സ് ഓഫ് എ വിയർ. വിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡാമിലൊക്കെ കാണുന്ന വിയർ, വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചർ, അതാ വിയർ. അപ്പൊ അതിന്റെ പല കോമ്പണൻസ്, ബാരേജ്, വിയർ, പിന്നെ അതുപോലെ ഹെഡ് റെഗുലേറ്റർ, അതൊക്കെ ഓരോ പാർട്സ് ആണ്. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് നോക്കാം. സ്കൗറിംഗ് സ്ലൂയിസ്, ഇതൊക്കെ ഓരോ പാർട്സ് ആണ്. പിന്നെ നമ്മൾ പെർക്കുലേഷൻ ഗ്രേഡിയന്റ്. പെർക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളം എത്രത്തോളം മണ്ണിലേക്ക് ത്രൂ സോയിൽ ഒഴുകുന്നുണ്ട്, അതാണ് പെർക്കുലേഷൻ. അപ്പൊ അതിനെ കുറിച്ച് നോക്കാം. അപ്പൊ വരുന്ന അപ്ലിഫ്റ്റ് പ്രഷർ, അതായത് ആ ഡാമിനെ, ഇപ്പൊ നമ്മളൊരു ഡാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം, താഴേക്ക് ഒഴുകിപ്പോയ വെള്ളം ആ ഡാമിന് എന്ത് ചെയ്യും? നമ്മുടെ ഒരു ബൊയാൻസി പോലെ തിരിച്ച് ആക്ട് ചെയ്യും. അതാണ് അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അപ്പൊ ഇതൊക്കെയാണ് സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ തേർഡ് മോഡ്യൂളില് സ്റ്റോറേജ് ഹെഡ് വർക്കിനെ കുറിച്ചാണ്. അപ്പൊ എന്തൊക്കെയാണ് ഡാം, അതായത് സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഡാംസ്, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സ്റ്റോറേജ് ഹെഡ് വർക്ക്. അപ്പൊ ഡാം, അതിന്റെ ടൈപ്സ് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡാംസ് ഉണ്ട്, പിന്നെ അതുപോലെ സെലക്ഷൻ ഓഫ് സൈറ്റ്. നമ്മളൊരു ഡാം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് സൈറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക, എവിടെയാണ് നമ്മൾ ആ ഡാം ഉണ്ടാക്കുക. പിന്നെ ടൈപ്സ് ഓഫ് സർവേ ഫോർ സൈറ്റ് സെലക്ഷൻ, എന്തൊക്കെ സർവേ ആണ് ചെയ്യേണ്ടത്. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സൈറ്റ് സെലക്ഷൻ, സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ,
അങ്ങനെ പിന്നെ ഒരു ടേംസിനെ കുറിച്ചാണ്, ഒരു ഡാമില് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ടേംസ് ആണ്. വാട്ടർ ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. ഫുൾ റിസർവോയർ ലെവല്, മാക്സിമം വാട്ടർ ലെവൽ, ടോപ്പ് വൺ ലെവൽ, ഡെഡ് സ്റ്റോറേജ്, ലൈവ് സ്റ്റോറേജ്, ഫ്രീ ബോർഡ്, ഇതൊക്കെ ഓരോ ലെവൽസ് ആണ്, വെള്ളത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെവൽസ്. ഡാമിലുള്ള വെള്ളത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെവൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കണം. 3rd മോഡ്യൂളിലാണ് അതൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവിയായി പോവുക. അപ്പോ പല ടൈപ്പില് നമുക്ക് ഒരു ഡാമിലേക്ക് വെള്ളം എത്തിച്ചേർന്നാൽ പല ടൈപ്പ് ലോസസ് ഉണ്ടാവും അല്ലേ ആ ഡാമില്. നമുക്ക് എന്തെങ്കിൽ സോയിലിന്റെ അടിയിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത്, അതായത് പെർക്കുലേറ്റ് ചെയ്ത് ഭൂമിയുടെ അടിയിലേക്ക് പോവാം. കുറച്ച് വെള്ളം എന്ത് പറ്റും? ഇവാപ്പറേറ്റ് ചെയ്ത്, എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ സൈക്കിൾ ഒക്കെ അല്ലേ. അപ്പൊ ആ ഒരു ഹൈഡ്രോളജിക് സൈക്കിളിന്റെ രൂപത്തിൽ അതെന്ത് ചെയ്യും? ആവിയായി പോവും, വെള്ളം ആവിയായി പോവും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാം. പിന്നെ ഡാംസ്, അടുത്തത് റിജിഡ് ആൻഡ് നോൺ റിജിഡ് ഡാംസ്. അപ്പൊ നമ്മൾ നേരത്തെ ഡാമിന്റെ ടൈപ്സ് തന്നെയാണ്, പല ടൈപ്പ് ഓഫ് ഡാംസ്, അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഈ എർത്ത് ഡാംസ് എന്ന് വെച്ചാൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഡാംസ്, അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് ടാങ്ക് സ്ലൂയിസസ്, ഹെഡ് വാള്, ടവർ ഹെഡ് വാള്, റെഗുലേറ്റിംഗ് അറേഞ്ച്മെന്റ്, അതായത് ഒരു ഡാമിലുള്ള പല പാർട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം, മോഡ്യൂളിന്റെ വഴിയെ നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ്, എന്താണ് ഈ സബ്ജക്റ്റ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊരു ബ്രീഫ് ഐഡിയ തരികയാണ് കേട്ടോ ഞാൻ. ഇനി 4th മോഡ്യൂളിൽ നിങ്ങൾക്കുള്ളത് ഇറിഗേഷൻ, കനാൽസ് ആൻഡ് സോയിൽ ഇറോഷൻ. അപ്പൊ കനാൽസിനെ കുറിച്ചും അതുപോലെ സോയിൽ ഇറോഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ് സോയിൽ ഇറോഷൻ. മണ്ണൊലിച്ചു പോവുക, റൺ ഓഫ് വെള്ളം, എന്താണ് നമ്മുടെ റൺ ഓഫ് വാട്ടർ കാരണം സോയില് ഇറോഡഡ് ആവുക, ടോപ്പ് സോയില് ഒലിച്ചു പോവുക അല്ലേ. പിന്നെ അതില് അപ്പൊ ഓരോ കനാൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കനാൽസിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ അതിന്റെ ക്രോസ് സെക്ഷൻ, കനാലിന്റെ ഒരു ക്രോസ് സെക്ഷൻ എങ്ങനെയാ ഉണ്ടാവുക നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ ബേംസ്, അതൊരു കനാൽസിൽ വരുന്ന ഒരു ടേം ആണ് ബേം, പറയാം വഴിയെ പറയാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ കനാൽ റെഗുലേഷൻ, സ്ലൂയിസ്, ഡ്രോപ്സ്, എസ്കേപ്സ് ആൻഡ് ദെയർ ഫങ്ഷൻ, അതായത് നമുക്ക് ആ ഒരു കനാലിലുള്ള വെള്ളം എങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതായത് അതിന്റെ ഫ്ലോ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അതിന്റെ പല മെത്തേഡ്സ് ആണ് സ്ലൂയിസ്, ഡ്രോപ്പ്, എസ്കേപ്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ക്രോസ് ഡ്രെയിനേജ് വർക്ക്, അതായത് ഒരു കനാലും അതുപോലെ ഒരു നാച്ചുറൽ ഡ്രെയിനേജും വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് എങ്ങനെ ക്രോസ് ചെയ്ത്, അതായത് ഒരു കനാല് പോവാണ്, അപ്പൊ ഒരു ക്രോസ് ആയിട്ട്, അതായത് ക്രോസ് ആയിട്ട് ഒരു ഡ്രെയിനേജും പോകണം. അപ്പൊ നമുക്ക് അത് രണ്ടിനെയും കൂടെ എങ്ങനെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോവാം എന്നുള്ളതാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ലാസ്റ്റ് ടോപ്പിക് സോയിൽ ഇറോഷൻ, കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് സോയിൽ ഇറോഷൻ, മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ, എങ്ങനെ നമുക്ക് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാം, അതാണ് 4th മോഡ്യൂൾ. അപ്പൊ നിങ്ങൾക്ക് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ 4 മോഡ്യൂൾസ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് റെഫറൻസ് ബുക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. BC പുന്മയ, മോദി ആൻഡ് ചേത്ത്, SK ഗാർഗ്, BS ബേർഡി, NN ബസക്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പുന്മയാണ്, ഞാൻ റെഫർ ചെയ്യുന്നത് പുന്മയാണ്. പക്ഷെ ഇതെല്ലാം നല്ല ബുക്സ് ആണ് കേട്ടോ. ഏതാണോ കിട്ടണത് എല്ലാത്തിലും ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. ഓക്കെ,
അപ്പൊ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇറിഗേഷൻ. എന്താണ് ഇറിഗേഷൻ? It is a process of artificially supplying water to soil for raising crop. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഇറിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആർട്ടിഫിഷ്യലി വെള്ളം കൊടുക്കുക. നാച്ചുറലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മഴ പെയ്യുന്നത്, റെയിൻഫോൾ, അത് നാച്ചുറൽ ആണ്. പക്ഷെ നാച്ചുറൽ വെള്ളം സഫിഷ്യന്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്രോപ്പിന് ആർട്ടിഫിഷ്യലി വെള്ളം എത്തിക്കണം. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇറിഗേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യലി സപ്ലൈയിങ് വാട്ടർ ടു സോയിൽ ഫോർ റേസിംഗ് ക്രോപ്സ് വളർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇറിഗേഷൻ may be defined as the process of artificially supplying water to soil for raising crops. It is a science of planning and designing an efficient, low-cost, economic irrigation system tailored to fit the natural conditions. അതായത് എങ്ങനെ നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട്, ലോ കോസ്റ്റ്, അതായത് എക്കണോമിക് ആയിട്ട് ഒരു ഇറിഗേഷൻ സിസ്റ്റം പ്ലാൻ ചെയ്യാം. ആ ഒരു പ്ലാനിങ്, അതാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെ നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട്, അതായത് നമ്മൾ എത്ര വെള്ളം നമ്മുടെ റിവറിൽ നിന്ന് എടുക്കുന്നോ, പുഴയിൽ നിന്ന് നമ്മൾ എത്ര വെള്ളം എടുക്കുന്നോ അത് മുഴുവൻ നമുക്ക് നമ്മുടെ ഫീൽഡിൽ കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് പറയാം അത് ഹൈലി എഫിഷ്യന്റ് ആണ്. ഒരു വാട്ടർ ലോസ് വരുന്നില്ല അവിടെ. അപ്പൊ അതാണ് എഫിഷ്യന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ എക്കണോമിക് ആയിരിക്കണം. നമ്മൾ എന്തൊരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോഴും അതിന്റെ എക്കണോമിക് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അപ്പൊ അത് ലോ കോസ്റ്റ് ആയിരിക്കണം. അപ്പൊ അത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു ഡിസൈനിങ്, അതാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ നോക്കുന്നത്. It is the engineering of controlling and harnessing the various natural sources of water by the construction of dams and reservoirs, canals and headworks, and finally distributing the water to the agricultural field. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ നാച്ചുറൽ സോഴ്സസിൽ നിന്ന് വെള്ളം സ്റ്റോർ ചെയ്ത് ഡാംസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഡാംസിൽ നിന്ന്, അതായത് റിസർവോയറിൽ നിന്ന് കനാലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും വെള്ളം. അപ്പൊ അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന പ്രോസസ്സ്. എങ്ങനെയാണ്? നമ്മള് നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ, അത് റിവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മഴവെള്ളം, അതൊരു നാച്ചുറൽ സോഴ്സ് ആണ് അല്ലെ? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. ഈ പ്രസിപ്പിറ്റേഷനിൽ നിന്ന് കിട്ടുന്ന വെള്ളം റൺ ഓഫ് ആയി ഒഴുകും. അപ്പൊ ആ ഒരു റൺ ഓഫ് വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന കോമ്പണന്റ്, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസർവോയർ അല്ലെങ്കിൽ ഡാം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡാമിൽ നിന്ന് നമുക്ക് എപ്പോഴാണോ നമ്മുടെ ഫീൽഡിൽ വെള്ളം ആവശ്യം, അപ്പോ ആ കനാല് വഴി ആ ഒരു ഫീൽഡിലേക്ക് വെള്ളം എത്തിക്കും. ഇതാണ് ആ ഒരു പ്രോസസ്സ്. ആ ഒരു ടോട്ടൽ പ്രോസസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. It is the engineering of controlling and harnessing the various water sources, natural sources of water by എങ്ങനെ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കനാൽസ്, അതുപോലെ ഹെഡ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ട്, ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളം ഫീൽഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ irrigation engineering includes the study and design of works in connection with river control, drainage of waterlogged areas, and generation of hydroelectric power. അപ്പൊ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വെറും ആ ഒരു ഡാം സ്റ്റോറേജ്, ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് ഫീൽഡിലേക്ക് കൊടുക്കുന്നത് മാത്രമല്ല. ഈ ഒരു സബ്ജക്റ്റില്
നമുക്ക് പഠിക്കാനുള്ളത്. അത് വേറെയും എന്തൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്? റിവർ കൺട്രോള്, അതായത് ഫ്ലഡ് നമുക്ക് മഴ കൂടിക്കഴിഞ്ഞാൽ എക്സസ് വാട്ടർ, ഇപ്പൊ നമുക്ക് കേരളത്തിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് ഫ്ലഡ് അല്ലെ. ഇപ്പൊ ഈയിടെയായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനൻ ആണ് ഫ്ലഡ്. അപ്പൊ ഈ ഡാംസിൽ ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ താഴെയുള്ള ലോ ലൈങ് ഏരിയാസ്, അതായത് അവിടെ താമസിക്കുന്നവർക്ക് ഈ ഒരു ഡാമിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് അവരുടെ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാം. അപ്പൊ നമ്മൾ ആ ഒരു വെള്ളം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോളിങ് വർക്ക്സ് നടത്തണം. പിന്നെ അതുപോലെ വാട്ടർ ലോക്ക്ഡ് ഏരിയാസ്. വാട്ടർ ലോക്ക്ഡ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ, അതാണ് വാട്ടർ ലോക്ക്ഡ് ഏരിയ. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ട്ടോ ഇതിന്റെയൊക്കെ അർത്ഥം. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കും ഇങ്ങനെ ഇംഗ്ലീഷിൽ അധികം വായിച്ചാൽ മനസ്സിലാവാത്ത, അതുകൊണ്ടാണ് ഞാൻ ഓരോ വേർഡിന്റെയും മീനിങ് പറഞ്ഞു തരുന്നത്. വാട്ടർ ലോക്ക്ഡ് ഏരിയ എന്ന് പറയുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഡ്രെയിനേജ് കൊടുക്കും. അപ്പൊ ആ ഒരു ഡ്രെയിനേജ് കൊടുക്കുമ്പോൾ ആ വെള്ളം അതിലൂടെ ഒഴുകിപ്പോയിക്കോളും, അവിടെ കെട്ടി നിൽക്കില്ല. ഓക്കെ, അപ്പൊ അത് ഡിസൈൻ ചെയ്യാം. പിന്നെ അതുപോലെ ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. എന്ത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നുള്ള, അതാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന പഠനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന്റെ ആവശ്യകത എന്താ നമുക്ക് നോക്കാം. നെസസിറ്റി. അപ്പൊ ഇന്ത്യ ഈസ് ബേസിക്കലി an agricultural country and all its resources depends on the agricultural output. ഇപ്പൊ ഇന്ത്യയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എക്കോണമി വരുന്നത് എവിടെ നിന്നാണ്? ഏത് സെക്ടറിൽ നിന്നാണ്? അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നാണ്. അപ്പോ അത് ഏറ്റവും നന്നായി കാത്തു സൂക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടണം. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ക്രോപ്പിൽ നിന്ന് നല്ലൊരു ഈൽഡ് വരണം. ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ പ്രൊഡക്ഷൻ. ആ ക്രോപ്പിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പച്ചക്കറികളായിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അപ്പൊ അതാണ് ഈൽഡ്. ആ ഈൽഡ് കൂട്ടുക. അപ്പോഴാണ് എന്ത് പറ്റുക? നമുക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് വെള്ളം. ക്രോപ്പ് ഈൽഡ് കൂട്ടണമെങ്കിൽ ആ ഒരു ക്രോപ്പിന് ഏറ്റവും അത്യാവശ്യം വെള്ളമാണ്. വാട്ടർ is evidently the most vital element in the plant life. Water is normally supplied to the plants by nature through rains. സാധാരണഗതിയിൽ നമുക്കറിയാം മഴ, റെയിൻ ആണ് source of water, അല്ലേ? However, the total rainfall in a particular area may be either insufficient or ill-timed. അതായത് നമുക്ക് വേണ്ട ടോട്ടൽ റെയിൻഫോൾ, ആ ഒരു സ്ഥലത്തുള്ള ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ സഫിഷ്യന്റ് ആവാതിരിക്കാം, ഇൻസഫിഷ്യന്റ് ആയിരിക്കും. അല്ലെങ്കിൽ സമയം, നമുക്ക് വേണ്ട സമയത്ത് തന്നെ മഴ പെയ്തോളണമെന്നില്ല. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യലി വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. In order to get the maximum yield, it is essential to supply the optimum quantity of water and to maintain correct timing of water. അപ്പൊ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? വെറുതെ വെള്ളം കൊടുത്താൽ പോരാ, നമ്മൾ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ആ ഒരു വാക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ? ഒപ്റ്റിമം ക്വാണ്ടിറ്റി.
അതായത് വളരെ കുറയാനും പാടില്ല, എന്നാൽ ഒരു പരിധിക്കപ്പുറം കൂടാനും പാടില്ല. അപ്പൊ ആ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ അത് കറക്റ്റ് ടൈമിൽ കൊടുക്കണം. ആദ്യം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു, പിന്നെ കുറേ ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചില്ല, പിന്നെ അത് കഴിഞ്ഞ് കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പിന്റെ ഈൽഡ് കൂട്ടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ക്രോപ്പിന്റെ ഈൽഡ് കൂട്ടണമെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മൾ ഒപ്റ്റിമം ക്വാണ്ടിറ്റി, ഒരു ആവശ്യത്തിനുള്ള വെള്ളമേ കൊടുക്കാവൂ. കൂടുതൽ കൊടുത്താൽ നേരത്തെ ഞാൻ പറഞ്ഞ വാട്ടർ ലോക്ഡ് കണ്ടീഷൻ വരും. വാട്ടർ ലോക്ഡ് എന്ന് പറയുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, വാട്ടർ ലോക്ഡ് കണ്ടീഷൻ വരും. നിങ്ങൾ മലയാളത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, പക്ഷേങ്കിൽ ഇംഗ്ലീഷിലെ വാക്കുകൾ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് എക്സാം എഴുതുന്നത് ഇംഗ്ലീഷിലാണെന്ന് അറിയാലോ. അപ്പോൾ വേർഡ്സ് നിങ്ങൾക്ക് പഠിച്ചു വെക്കണേ. ഇപ്പോൾ വാട്ടർ ലോക്ഡ് ഏരിയ അങ്ങനെ കണ്ടു മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ ഇംഗ്ലീഷിലെ വേർഡ്സും നിങ്ങൾ പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ ദിസ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ എ സിസ്റ്റമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൊടുക്കുക, അത് കറക്റ്റ് ടൈമിൽ കൊടുക്കുക എന്നുള്ളത് ഒരു സിസ്റ്റമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കൂ, അല്ലേ? എങ്ങനെയാണ് ആ സിസ്റ്റമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്? By collecting water during the periods of excess rainfall and releasing it to the crops as and when it is needed. അതായത് ഒരുപാട് മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് ഡ്രൈ സീസൺസിൽ നമ്മളത് ആവശ്യാനുസരണം കൊടുക്കുക. അപ്പൊ അതാണ് ഒരു സിസ്റ്റമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. Thus, the necessity of irrigation can be summarized in the following points. അവിടെ ഇറിഗേഷൻ ആവശ്യമാണ്. അതുപോലെ നോൺ യൂണിഫോം റെയിൻഫോൾ, എവിടെയാണോ റെയിൻഫോൾ ഒരുപോലെ അല്ലാതെ വരുന്നത്, അതായത് ഒരു പർട്ടിക്കുലർ സീസണിൽ കൂടുതൽ റെയിൻഫോൾ, വേറൊരു സീസണിൽ കുറച്ച് കുറവ് റെയിൻഫോൾ, അപ്പൊ അങ്ങനെ വേരിയേഷൻ വരുന്ന സീസൺസ്, വേരിയേഷൻ വരുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലും ഇറിഗേഷൻ ആവശ്യമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ലെസ് റെയിൻഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത് when the total rainfall is less than needed for the crop. അതായത് നമുക്ക് വരുന്ന മഴവെള്ളം ക്രോപ്പിന് എത്ര വെള്ളം ആവശ്യമാണോ അതിലും കുറവാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കണം. In such a case, irrigation works may be constructed at a place where more water is available. അപ്പൊ കൂടുതൽ വെള്ളം എവിടെയാണോ കിട്ടുന്നത് അവിടെ നമ്മൾ ഇറിഗേഷൻ വർക്ക്സ് ഉണ്ടാക്കണം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഡാംസോ അല്ലെങ്കിൽ കനാൽസ്, അതുപോലെ ഡൈവേർഷൻ ഹെഡ് വർക്ക്, അതൊക്കെ കൊടുക്കണം എവിടെയാ വെള്ളം കൂടുതൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ. എന്നിട്ട് എന്ത് പറ്റും? and then to convey the water to the area where there is deficiency of water. അപ്പൊ വെള്ളം കുറവുള്ള സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം, വെള്ളം കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് രാജസ്ഥാൻ കനാൽ ഈസ് വൺ സച്ച് എക്സാമ്പിൾ. അപ്പൊ ഇറ്റ് കൺവേസ് വാട്ടർ ടു ദ arid zones of രാജസ്ഥാൻ. അതായത് രാജസ്ഥാനിലെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കൊടുക്കുന്നത് ഈ ഒരു രാജസ്ഥാൻ കനാലാണ്. അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ എന്താ വെച്ചാൽ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മഴ വളരെ കുറവാണ്. നമുക്കറിയാം ഡെസേർട്സ് എന്ന് പറഞ്ഞാൽ ഡെസേർട്ടിലൊക്കെ വെള്ളം വളരെ കുറവാണ് അല്ലെ. അതായത് ഈവൻ 10 to 20 സെന്റിമീറ്റേഴ്സ് താഴെ ആയിരിക്കും അവരുടെ റെയിൻഫോൾ. പക്ഷേങ്കിൽ അവിടെയൊക്കെ ഒരുപാട് കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം വളരെയധികം ആവശ്യമായിട്ടുള്ള സ്ഥലമാണത്. അപ്പൊ നമ്മൾ അവിടെ ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. മഴവെള്ളം കൊണ്ട് ആ ഒരു ക്രോപ്പിന് വേണ്ട വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ അതുപോലെ നോൺ യൂണിഫോം റെയിൻഫോൾ, അതായത് ഒരുപോലെ അല്ലാതെ മഴ പെയ്യാം. ഒരു മാസത്തില് ഇപ്പൊ നമ്മുടെ ഇവിടെ എടുക്കുക, ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു നോൺ യൂണിഫോം റെയിൻഫോൾ ആണ്. നമുക്കൊരു മഴക്കാലം ഉണ്ട്, മൺസൂൺ സീസൺ ഉണ്ട്, പിന്നെ അതുപോലെ ചൂടുകാലവും ഉണ്ട് അല്ലെ, സമ്മറും ഉണ്ട്. അപ്പോ ഈ ചൂടുകാലത്ത് നമ്മൾ എന്ത് ചെയ്യും? മൺസൂണിൽ കിട്ടിയ വെള്ളം നമ്മൾ ഡാം വഴി സ്റ്റോർ ചെയ്ത് വെക്കും.
എന്നിട്ട് നമ്മുടെ സമ്മർ സീസണിൽ അപ്പോഴും നമുക്ക് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, ക്രോപ്പ് yield ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സമ്മർ സീസണിൽ ആ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഡാംസ്, റിസർവോയർസ് ഉണ്ടാക്കുന്നത്, കനാൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. The rainfall in a particular area may not be uniform over the crop period. Crop period എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ഒരു ക്രോപ്പിന്റെ ലൈഫ് സ്പാൻ, അതാണ് ക്രോപ്പ് പീരീഡ്. ആ ക്രോപ്പ് നമ്മൾ അതിന്റെ വിത്ത് ഇട്ടത് മുതൽക്ക്, ആ വിത്ത് മണ്ണിലേക്ക് ഇട്ടത് മുതൽക്ക് ആ ഒരു ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുക, അതായത് അത് നമ്മൾ മുറിച്ചെടുക്കുന്നത് വരെ ഉള്ള ആ ഒരു പീരീഡിനെയാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയാം. The entire life of the crop. അപ്പൊ ആ ഒരു ക്രോപ്പ് പീരീഡില് റെയിൻഫോൾ യൂണിഫോം ആയിക്കൊള്ളണം എന്നില്ല, ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല. So during the early periods of the crop, rains may be there, but no rainwater may be available at the end, with the result that either the yield may be less or the crop may die altogether. അപ്പൊ എന്താണ്, ക്രോപ്പിന്റെ ഏർലി നമ്മള് തുടക്കത്തില് മഴ ഉണ്ടായിരിക്കാം, പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം മഴ കുറയും, അല്ലെങ്കിൽ ഒരുപക്ഷെ മഴ നിൽക്കും. അപ്പോഴും നമുക്ക് എന്ത് വേണം, നമുക്ക് yield വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും, ആ ക്രോപ്പ് നശിച്ചു പോകും. By the collection of water during the excess rainfall period, water may be supplied to the crop during the period when there is no rainfall. Most of the irrigation projects in India are based on this premise. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇന്ത്യയിലെ മെജോറിറ്റി ഓഫ് ദ ക്രോപ്സിനും ഈ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് വെള്ളം കൂടുതൽ കിട്ടുമ്പോൾ സ്റ്റോർ ചെയ്യാനും കുറവാകുമ്പോൾ സപ്ലൈ ചെയ്യാനും ഉള്ള ആ ഒരു സിസ്റ്റം ആണ് ഇന്ത്യയിൽ കൂടുതലായി ഫോളോ ചെയ്തു വരുന്നത്. The rainfall during the winters is very scanty and hence rahi alla to sorry ഒരു correction ഉണ്ട്, rabi crops need artificial supply of water through the irrigation works. Sorry, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്താണ്, ദ റെയിൻഫോൾ ഡ്യൂറിങ് ദ വിന്റർ ഇസ്, നമുക്ക് വിന്ററിൽ കിട്ടുന്ന റെയിൻഫോൾ വളരെ കുറവാണ്. അപ്പൊ ഈ വിന്ററിലുള്ള ക്രോപ്സ് നിങ്ങൾ ഇപ്പൊ പഠിക്കും, അടുത്ത പാർട്ടാണ്, ഈ ഒരു മോഡ്യൂളിൽ തന്നെ വരുന്നുണ്ട്. കാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും. അത് ഒന്നുമില്ല, നമ്മൾ സീസൺ വൈസ് സെപ്പറേറ്റ് ചെയ്തതാണ്, ക്രോപ്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തതാണ്. അതായത് ഇന്ന സീസണിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ഇത്ര ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ ഇത്ര മാസം മുതൽ ഇത്ര മാസം വരെ നമ്മൾ വളർത്തുന്ന ക്രോപ്സിനെയാണ് റാബി ക്രോപ്സ് എന്ന് പറയാം. ബാക്കി മാസം വരുന്നതാണ് കാരിഫ് ക്രോപ്സ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ റാബി ക്രോപ്സ് വിന്റർ സീസണിലാണ് പൊതുവെ വളർത്തുക. അപ്പൊ ആ സമയത്ത് മഴ കുറവാണെന്ന് നമുക്കറിയാം. സോ അപ്പൊ അങ്ങനത്തെ ക്രോപ്സിന് നമ്മൾ ആർട്ടിഫിഷ്യലി വെള്ളം സപ്ലൈ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ ഗ്രോയിങ് എ നമ്പർ ഓഫ് ക്രോപ്സ് ഡ്യൂറിങ് എ ഇയർ, അതായത് നമ്മൾ ഒരു കൊല്ലം ഒരുപാട് ക്രോപ്സ് ഗ്രോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ the rainfall in an area may be sufficient to raise only one type of crop during the rainy season, the kharif crop, for which no irrigation may be required. അതായത് ഞാൻ രണ്ട് ടൈപ്പ് ഓഫ് ക്രോപ്സ് നേരത്തെ പറഞ്ഞു അല്ലേ, കാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും. റാബി ക്രോപ്പ് നേരത്തെ നമ്മൾ കണ്ടു, വിന്റർ സീസണിലാണ് ഗ്രോ ചെയ്യുക. ഈ കാരിഫ് ക്രോപ്സ് റെയിനി സീസണിലാണ്, അതായത് മൺസൂൺ സീസണിലാണ് കാരിഫ് ക്രോപ്സ് വളർത്തുക. സോ ആ നമുക്ക് കിട്ടുന്ന റെയിൻഫോൾ എന്ന് പറയുന്നത് കാരിഫ് ക്രോപ്സിന് ഒരു പക്ഷേ സഫീഷ്യന്റ് ആവാം, പക്ഷേങ്കിൽ റാബി ക്രോപ്സിന് അത് പോരാ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ ഗ്രോയിങ് പെരിനിയൽ ക്രോപ്സ്. പെരിനിയൽ ക്രോപ്പ് എന്ന് വെച്ചാൽ എന്താ? പെരിനിയൽ ക്രോപ്പ് എന്ന് വെച്ചാൽ
എല്ലാ സീസണിലും ഒരേപോലെ വളർത്തുന്ന ക്രോപ്സ്, അതായത് ഷുഗർ കെയിൻ ഇപ്പൊ മൺസൂൺ സീസണിലെ നമ്മൾ ഗ്രോ ചെയ്യൂ, അല്ലെങ്കിൽ വിന്റർ സീസണിലെ ഗ്രോ ചെയ്യൂ, അങ്ങനെ നമുക്ക് പറയാനില്ല. പെരിനിയൽ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അത് എപ്പോ വേണമെങ്കിലും നമുക്ക് ഗ്രോ ചെയ്യാവുന്ന ക്രോപ്സ് ആണ്. അതാണ് പെരിനിയൽ ക്രോപ്പ്. അപ്പൊ അങ്ങനത്തെ ക്രോപ്സിന് നീഡ്സ് വാട്ടർ ത്രൂ ഔട്ട് ദ ഇയർ. കൊല്ലം മുഴുവൻ അതിന് വെള്ളം ആവശ്യമാണ്. It can be raised only through the provision of irrigation facilities in the area. അപ്പൊ ഈ ഷുഗർ കെയിനൊക്കെ നമ്മൾ എപ്പോഴും ഇറിഗേഷൻ കൊടുത്തിരിക്കണം. കാരണം അത് എപ്പോ വേണമെങ്കിലും നമുക്ക് വളർത്താവുന്ന ക്രോപ്സ് ആണ്. അതിന് ഇന്ന സീസൺ എന്ന് പറഞ്ഞ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് വിത്ത് അഡീഷണൽ വാട്ടർ. അതായത് കൊമേഴ്ഷ്യൽ ക്രോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടി, അതായത് ലാഭത്തിന് വേണ്ടി വളർത്തുന്ന ക്രോപ്സ്. അതിനെ ക്യാഷ് ക്രോപ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്രോപ്സിന് കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും. ഇപ്പൊ കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ നമ്മള് ക്യാഷ് ക്രോപ്സ് ആയിട്ട് വളർത്തുന്നത്, കഴിക്കാൻ പറ്റുന്ന, അതായത് എഡിബിൾ ആയിട്ടുള്ള ക്രോപ്സും ഉണ്ട്, നോൺ എഡിബിൾ ആയിട്ടുള്ള ക്രോപ്സും ഉണ്ട്. എഡിബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രോബെറി, പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ ക്യാരറ്റ്, പിന്നെ അതൊക്കെ, പിന്നെ കോൺ, ചോളം, അതൊക്കെ കൂടുതൽ നമ്മൾ വളർത്തുന്നത് നമ്മുടെ ആവശ്യത്തിനായിരിക്കില്ല. കൂടുതൽ വിൽക്കാനും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതായിട്ടുള്ള ക്രോപ്സ് ആണ്. അതൊക്കെ എഡിബിൾ ക്യാഷ് ക്രോപ്പുകളാണ്. നോൺ എഡിബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടൺ, അതുപോലെ ടൊബാക്കോ, ഇതിന്റെയൊക്കെ കൃഷി നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നോൺ എഡിബിൾ ആയിട്ടുള്ള, അതായത് കഴിക്കുന്നതല്ല, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി വളർത്തുന്ന ക്യാഷ് ക്രോപ്പുകളാണ്, ലാഭത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന ക്രോപ്സ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്രോപ്പുകൾക്കൊക്കെ കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മസ്റ്റ്. ഇറിഗേഷൻ ഒരു അത്യാവശ്യമാണ്. ഒരു റെയിൻഫോളിന് ആ ക്രോപ്പിന് വേണ്ട സഫിഷ്യന്റ് വെള്ളം കൊടുക്കാൻ പറ്റിക്കോളണമെന്നില്ല കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് advantage of application of water by modern methods. ഇപ്പൊ നമ്മൾ ഇറിഗേഷനെ കുറിച്ച് പറഞ്ഞു, ഇറിഗേഷന്റെ നെസസിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇറിഗേഷൻ അത്യാവശ്യം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അങ്ങനെ മോഡേൺ മെത്തേഡ്സ് വെച്ച് നമ്മൾ ഇറിഗേഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. Application of water to the soil by modern methods of irrigation serves the following purpose. എന്തൊക്കെയാ നോക്കാം. It adds water to the soil to supply the moisture essential for the plant growth. അപ്പോൾ ആ ഒരു സോയിലിന്, അതായത് ആ ഒരു മണ്ണിന് വേണ്ട വെള്ളം കൊടുക്കും. നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു സോയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സോയിലിന് വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറയാം. അതായത് ആ സോയിലുള്ള എല്ലാ വോയിഡ് സ്പേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. എയർ, സോയിൽ അല്ലാത്ത വേക്കന്റ് ആയിട്ടുള്ള സ്പേസ്, ആ വേക്കന്റ് സ്പേസസിൽ മുഴുവൻ വെള്ളമാണെന്ന് വിചാരിക്കുക. അതാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഇറിഗേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ആ സോയിലിന് അതിന്റെ സാച്ചുറേഷൻ കപ്പാസിറ്റിയിൽ എത്താൻ സഹായിക്കും. ഓക്കെ, ഈ സാച്ചുറേഷൻ കപ്പാസിറ്റി അതുപോലെയുള്ള ടേംസ് ഒക്കെ നമ്മൾ ഇനി നോക്കും. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ it saves the crops from dying during short duration droughts. ചെറിയ വരൾച്ചകളൊക്കെ ഉള്ള സമയത്ത് ക്രോപ്സിനെ പ്രൊട്ടക്ട് ചെയ്യും.
നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ അല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ it cools the soil and the atmosphere and thus makes more favorable environment for healthy plant growth. അതായത് മണ്ണിനെയും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെയും എന്ത് ചെയ്യും, തണുപ്പിക്കും. എപ്പോഴും പ്ലാന്റ്സിന് ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇഷ്ടം. ചൂട് വേണം, എന്താണ് സൺലൈറ്റിന്റെ ചൂട് വേണമെങ്കിലും വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല പ്ലാന്റ്സും എന്ത് പറ്റും, വാടി കിടക്കുന്നത് അല്ലെ. അപ്പോ ഒരു നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു എന്താ കൂൾ ക്ലൈമറ്റ് കിട്ടാൻ സഹായിക്കും നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ വാട്ടർ. പിന്നെ അതുപോലെ it washes out or dilute salts in the soil. സോയിലില് എന്തെങ്കിലും സോൾട്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും, കളയും. എന്ത് നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ വാട്ടർ. പിന്നെ it reduces the hazards of soil piping. സോയിൽ പൈപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വെള്ളം ഒഴുകണ സമയത്ത് നമുക്കറിയാം ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഉണ്ടാവും സോയിലില്, അതുപോലെ കോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഉണ്ടാവും. ഫൈൻ എന്ന് വളരെ ചെറിയ എന്താണ് ഫൈൻ പാർട്ടിക്കിൾസും പിന്നെ അതുപോലെ കുറച്ചും കൂടെ വലിയ സൈസിലുള്ള കല്ലുകളൊക്കെ ഉണ്ടാവും സോയിലില് അല്ലേ. അപ്പൊ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഈ വെള്ളം ഒഴുകണ സമയത്ത് ഈ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വന്ന് കോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഇടയിൽ കയറും. അങ്ങനെ കയറി അവിടെ ഒരു പൈപ്പ് പോലെ, അതായത് എന്താണ് ഒരു സ്പേസ്, ഒരു പൈപ്പിന്റെ സ്പേസ് സോയിലിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ആവും. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് മെയിൻലി ഇത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ് മെയിൻലി ഈ ഒരു ഫിനോമിനന്റെ കാരണം. അതായത് ഭൂമിന്റെ അടിയിലുള്ള വെള്ളം ഈ ഒരു പ്രോസസ്സ് നടക്കാൻ ഉള്ള മെയിൻ കാരണമാണ്. ഓക്കെ, ഈ നമ്മുടെ കോഴിക്കോട് ഇപ്പൊ അടുത്ത് പൈക്കാടൻ മല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇതുപോലെ ഈ സോയിൽ പൈപ്പിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടുന്ന് കുറെ ഫാമിലീസിനെ മാറ്റേണ്ട ഒക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ കാരണം ഒരു ടണല് ക്രിയേറ്റ് ചെയ്യുക, സോയിലിൽ ഒരു ടണല് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് പറ്റും ചോദിച്ചാൽ മേലത്തെ സോയില് മേലത്തെ സോയില് കൊളാപ്സ് ആവും. ഓക്കെ, അത് വീണുപോകും. അപ്പൊ അങ്ങനത്തെ ഒരു സോയിൽ പൈപ്പിംഗ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ കാരണമുള്ള സോയിൽ പൈപ്പിംഗ് ഒക്കെ തടയാൻ സാധിക്കും നമുക്ക് മുകളിന്ന് ഇറിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അതുപോലെ it softens the tillage plants. അതായത് നമ്മുടെ മുകളിലുള്ള സോയിലിനെ കൂടുതൽ സോഫ്റ്റ് ആക്കാൻ സഹായിക്കും. നമ്മൾ ഇറിഗേഷൻ കൊടുക്കുമ്പോൾ, നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലുള്ള സോയില് കൂടുതൽ സോഫ്റ്റ് ആവും. ടില്ലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ടില്ലേജ് എന്ന് വെച്ചാല് നമ്മൾ ആ സോയിലിനെ എന്താണ് പ്രിപ്പയർ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ക്രോപ്സ് ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഉഴുതൊക്കെ ചെയ്യില്ലേ, അങ്ങനെ ഒരു ഈ കാളേനെ വെച്ച് പിന്നെ അതുപോലെ ബുൾഡോസർ പല എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ടില്ലേജ് ചെയ്യാന്ന് പറയും. അതായത് ആ സോയിലിനെ നമ്മൾ എന്താ ചെയ്യണേ? പ്രിപ്പയർ ചെയ്യാണ്. ആ ഒരു ക്രോപ്പ് വളരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ഓക്കെ, ആ ഒരു സോയിലിനെ ഓവർടേൺ ചെയ്യുക, പിന്നെ അതുപോലെ കുഴിക്കുക ഒക്കെ ചെയ്യും നമ്മൾ. അപ്പൊ അങ്ങനത്തെ ഒരു സോയിലിനെ സോഫ്റ്റ് ആക്കാൻ സഹായിക്കും നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ വാട്ടർ. ഓക്കെ, ഇനി അടുത്തത് സ്കോപ്പ് ഓഫ് ഇറിഗേഷൻ സയൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.